എന്ത് പറ്റി ചേട്ടാ? ഒരു സൈക്കിൾ മേടിച്ചതാ, പണി കിട്ടി. അതായത് ഹാൻഡിൽ വലത്തോട്ട് തിരിക്കുമ്പോൾ ടയർ ഇടത്തോട്ട് വരും, ടയർ ഇടത്തേക്ക് ഇരിക്കുമ്പോൾ വലത്തേക്ക് വരും. ഓക്കെ, ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഓടിക്കാൻ വഴിയില്ല. ശരിയാക്കി തരാം. പിന്നെന്താ, ഞാൻ നോക്കട്ടെ. ഈ സൈക്കിളിന്റെ ഒരു പ്രത്യേകത എന്താണ്? ഈ സൈക്കിളിന്റെ പേര് ബ്രെയിൻ സൈക്കിൾ എന്നാണ്. ബാക്ക്വേർഡ് ബ്രെയിൻ സൈക്കിൾ. ഇതിന്റെ ഹാൻഡിൽ വലത്തോട്ട് തിരിച്ചാൽ വീൽ ഇടത്തോട്ട് പോകും, ഇടത്തോട്ട് തിരിച്ചാൽ വീൽ വലത്തോട്ട് പോകും. അപ്പോൾ നമ്മുടെ മൈൻഡിൽ ഇരിക്കേണ്ട പോയിന്റ് വലത്തേക്ക് ഇടത്ത്, ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്നുള്ളത് മൈൻഡിലും വേണം, അതേസമയം ബാലൻസിങ് വേണം. മുഹമ്മദ് മുസാദിഖ് എന്നുള്ള ഒരു എഞ്ചിനീയർ, അദ്ദേഹം ഇതുപോലെ ഈ സൈക്കിൾ ഓടിച്ച് ആ ന്യൂസ് കണ്ട് ഇൻസ്പിറേഷൻ ആയാണ് ഗിന്നസ് ബുക്കിൽ എൻ്റർ ചെയ്തത്. ഇത് 2019 സെപ്റ്റംബർ 2 ഈ റെക്കോർഡ്, നമ്മൾ ഗിന്നസ് റെക്കോർഡ് കിട്ടിയത്. ഇത് 1 മണിക്കൂർ ഒരു പ്രാവശ്യം പോലും കാലുകുത്താതെ കണ്ടിന്യൂസ് ആയിട്ട് 7.98 കിലോമീറ്റേഴ്സ് ചെയ്താണ് ഗിന്നസ് ബുക്കിൽ ഞാൻ ഇടം നേടാൻ പറ്റും. ഗിന്നസ് റെക്കോർഡ് ഹോൾഡേഴ്സ് നാഷണൽ പ്രസിഡന്റ് കൂടിയായ ഗിന്നസ് കുമാർ സൈക്കിൾ ചവിട്ടുന്നത് കണ്ട് ഫയർഫോഴ്സ് ആസ്ഥാനത്തെ ഉദ്യോഗസ്ഥരും ആവേശത്തിലായി. ഓരോരുത്തരായി എത്തിത്തുടങ്ങി. ഇത് ആരെങ്കിലും 5 മീറ്റർ നിന്ന് ഓടിക്കുകയാണെങ്കിൽ ഓടിക്കുന്ന ഓരോരുത്തർക്കും 500 രൂപ ക്യാഷ് പ്രൈസ് ഉണ്ട്. കുന്നും കുഴിയും ദുർഘട വഴിയും കീഴടക്കുന്ന ഫയർഫോഴ്സുകാർ ആകെ കുടുങ്ങി. ഐഡിയ കിട്ടി. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ചെയ്യുന്ന കുറേ ആക്ടിവിറ്റി ഞാൻ ചെയ്യാറുണ്ട്. എക്സാമ്പിൾ, ഒരു കൈ മുമ്പോട്ട് കറക്കുക, ഒരു കൈ പുറകോട്ട് കറക്കുക, രണ്ടും ഒരുമിച്ച് കറക്കുക. അപ്പോൾ ഇത് ബ്രെയിനിലുള്ള റൈറ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിനും ലെഫ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ ഈക്വലി സ്റ്റിമുലേറ്റ് ചെയ്യാൻ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 2 പാർട്ട് ഓഫ് ദ ബ്രെയിനെ സ്റ്റിമുലേറ്റ് ചെയ്താൽ എപ്പോഴും ബ്രെയിനിന് നല്ലതാണ്. കൊച്ചുകുട്ടി മുതൽ പ്രായമുള്ളവർക്ക് നല്ലതാണ്. ഓർമ്മക്കുറവ് ഇതുപോലത്തെ അസുഖങ്ങൾ വരാതിരിക്കാൻ നല്ലതാണ്. അപ്പോൾ എന്നും ആക്റ്റീവായിരിക്കണോ, ഇതുപോലത്തെ 2 പാർട്ട് ഓഫ് ദ ബ്രെയിനെ സ്റ്റിമുലേറ്റ് ചെയ്യുക. അത് ജീവിതശൈലി നല്ലതാണ്. പരിശീലനം ഉണ്ടെങ്കിൽ ഇത് സാധ്യമാണ് എന്നാണ് ചേട്ടൻ? ഉറപ്പായിട്ടും 100% പറ്റും. നല്ല മുരുകനൊപ്പം AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. കണ്ടുകൊണ്ടിരുന്നപ്പോൾ നമ്മളിങ്ങനെ കൈ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കറക്കി നോക്കുക. അദ്ദേഹം പറഞ്ഞ പോലെ ഇതിപ്പോൾ ചെറിയ കാര്യം പെട്ടെന്ന് തോന്നാം, പക്ഷേ നമ്മുടെ തലച്ചോറിനെ എത്രത്തോളം ഗുണകരമായി അത് പ്രയോഗത്തിൽ വരിക എന്നതാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെയൊരു സൈക്കിൾ കൊണ്ട് നിങ്ങളല്ലാതെ ചവിട്ടാനല്ല, നിങ്ങളുടെ ബുദ്ധിയെ കുറച്ചുകൂടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സ്റ്റെഫിൻ ബുദ്ധിമുട്ടാണ്, ഫയർഫോഴ്സുകാരൊക്കെ കഷ്ടപ്പെടുന്നത് കണ്ടു, പക്ഷേ ഒന്ന് ഓടിച്ചു കഴിഞ്ഞാൽ ഒരു ആത്മവിശ്വാസം കൂടിയാണ്. ഗിന്നസ് റെക്കോർഡ് ഹോൾഡേഴ്സ് അസോസിയേഷൻ്റെ ഒരു മീറ്റിംഗ് തിരുവനന്തപുരത്ത് വെച്ച് നടന്നിരുന്നു. അങ്ങനെ ഗിന്നസ് റെക്കോർഡ് നേടിയ ഒരുപാട് ആളുകളുടെ ഒരു കൂട്ടായ്മയായിരുന്നു ആ യോഗം. ആ യോഗം കവർ ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇന്നലെ പോയത്. അതിൽ ഒരുപാട് കൗതുകകരമായിട്ടുള്ള കാഴ്ചകളുണ്ടായിരുന്നു, ആളുകളുണ്ടായിരുന്നു. അതിലൊരാളാണ് ഈ സംഘടനയുടെ നാഷണൽ പ്രസിഡന്റ് കൂടിയായ ഗിന്നസ് കുമാർ. അദ്ദേഹത്തിൻ്റെ ഒരു കഴിവ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് ഒരുപക്ഷെ മനസ്സിലായി കാണും. അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ ഒരു ഏകാഗ്രത, ഒപ്പം തന്നെ അദ്ദേഹം കൈവരിച്ച ആ ഒരു നേട്ടം. നമ്മൾ ആദ്യം ഈ വാർത്തയൊന്ന് എടുക്കുന്നതിന് വേണ്ടി റോഡിലേക്ക് ഇങ്ങനെ ഇറങ്ങി. പക്ഷേ ഈ സൈക്കിൾ കാണുമ്പോൾ നിസാരമാണ്, ഇത് ഓടിക്കാൻ കഴിയുമെന്നൊക്കെ തോന്നുമെങ്കിലും ഇങ്ങനെ ഉരുട്ടിക്കൊണ്ട് നടക്കുമ്പോഴും തോന്നും. പക്ഷേ അതിൽ കയറിയിരുന്ന് ചവിട്ടാൻ തുടങ്ങുമ്പോഴാണ് അത് എത്രമാത്രം ബുദ്ധിമുട്ടാണ്, അതൊരു മനസ്സിൻ്റെ ഒരു ഏകാഗ്രത, അതോടൊപ്പം തന്നെ അതെല്ലാം വേണമെന്നുള്ളത് തിരിച്ചറിഞ്ഞത്. ഒപ്പം ഇവരുടെ ഓഫീസ് ഉണ്ടായിരുന്നത് ഈ ഹൗസിംഗ് ബോർഡ് ജംഗ്ഷനിലാണ്. ആ ഹൗസിംഗ് ബോർഡ് ജംഗ്ഷനിലെ റോഡിൽ ഈ സൈക്കിൾ ഇങ്ങനെ ഉരുട്ടി നടക്കുമ്പോൾ ഒരുപക്ഷെ വലിയ വാഹനങ്ങളൊക്കെ വരുന്ന വഴിയാണ്, അതുകൊണ്ട് മറിഞ്ഞു വീഴാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് കണ്ടു നിന്ന ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്കും വലിയ ആവേശമായി. അങ്ങനെയാണ് അവരുടെ ഓഫീസിന് മുന്നിലേക്ക് ഈ സൈക്കിളുമായിട്ട് നമ്മൾ പോകുന്നത്. അങ്ങനെ സൈക്കിളുമായി പോകുമ്പോൾ അവരും ഈ കാണുന്ന കണക്ക് വലിയ ട്രക്ക് ഓടിക്കുന്നവരാണ്. ഏതൊക്കെയോ വലിയ ദുർഘടമായിട്ടുള്ള കുഴിയിലും കുന്നിലും ദുർഘടമായിട്ടുള്ള സ്ഥലങ്ങളിലുമൊക്കെ ഇറങ്ങുന്ന ആളുകളാണ്. അവർക്കൊക്കെ കാണുമ്പോൾ ഇത് എളുപ്പമാണ് എന്നൊക്കെ തോന്നും. കുറേ പേരിങ്ങനെ കയറിയിരുന്ന് വാഹനം ഓടിക്കുന്നതിന് വേണ്ടി, സൈക്കിൾ ഓടിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചു. പക്ഷേ ഏതായാലും ഒരടി പോലും ഒന്നും മുന്നോട്ട് വയ്ക്കാൻ കഴിയില്ല. പക്ഷെ അതിനും അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഗിന്നസ് കുമാർ പറയുന്ന ഒരു കാര്യം, കൃത്യമായ ഒരു ഏകാഗ്രത, അല്ലെങ്കിൽ മനസ്സിന്റെ ആ ഒരു ഏകാഗ്രത, പരിശീലനം, അതൊക്കെ വേണം. ഒറ്റയടിക്ക് സാധ്യമാകുന്നതല്ല. അപ്പോൾ അതാണ് അവരും കൈവിട്ട് വീഴാൻ പോകുന്നതൊക്കെ നമ്മൾ കണ്ടപ്പോൾ ഇന്നലെ നമ്മൾ ഈ ഗിന്നസുമായി ബന്ധപ്പെട്ട ഒരു വിശേഷം കൂടി തത്സമയ റിപ്പോർട്ടിൽ പങ്കുവച്ചിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് നമുക്ക് തത്സമയ റിപ്പോർട്ടിൽ പ്രേക്ഷകരുമായി നൽകാനുള്ള കാഴ്ചകൾ. വീണ്ടും നല്ല വിശേഷങ്ങളുമൊക്കെ കാണാം.